ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 43, പേജ് നമ്പർ 606. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വൽസമോസ്ത്യഭ്യധികഃ കുതോന്യോ ലോകത്രയേപ്യപ്രതിമ പ്രഭാവ. പദാനുപദം. ചരാചരസ്യ ചരാചരങ്ങളുടേതായ, ലോകസ്യ ലോകത്തിൻ്റെ, പിതാ പിതാവ്, അസി അങ്ങ് ആകുന്നു, ത്വം അങ്ങ്, അസ്യ ഇതിൻ്റെ, പൂജ്യഃ പൂജ്യനും, ഗരീയാൻ ഏറ്റവും ഉത്കൃഷ്ടനായ, ഗുരുഃ ച ഗുരുവുമാകുന്നു, അപ്രതിമ പ്രഭാവ അളവില്ലാത്ത ശക്തികളോടു കൂടിയവനെ, ലോകത്രയേ അപി ലോകങ്ങൾ മൂന്നിലും, ത്വൽസമഃ അങ്ങയ്ക്ക് തുല്യൻ, ന അസ്തി ഭവിക്കുന്നില്ല, അഭ്യധികഃ ഭവാനേക്കാൾ ശ്രേഷ്ഠനായ, അന്യഃ കുതഃ അന്യൻ എങ്ങനെ ഉണ്ടാവും. വിവർത്തനം. ചരാചരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിൻ്റെ പിതാവാണ് അങ്ങ്. ആ പ്രപഞ്ചത്തിൻ്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നത ആധ്യാത്മിക ഗുരുവും അങ്ങു തന്നെ. അങ്ങേക്ക് സമനായോ സമനാവാൻ കഴിവുള്ളവരായോ മറ്റാരുമില്ല. അങ്ങനെയാകിൽ ഹേ അതുല്യ പ്രഭാവനെ, മൂന്ന് ലോകങ്ങളിലും അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണുള്ളത്. ഭാവാർത്ഥം. പുത്രന് പിതാവെന്ന പോലെ മനുഷ്യന് ആരാധ്യനാണ് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ. ആദ്യമായി ബ്രഹ്മാവിന് വേദം ഉപദേശിച്ചതിനാലും ഇവിടെ കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനന് ഗീത ഉപദേശിച്ചതിനാലും അദ്ദേഹം ആദിമ ഗുരുവാണ്. കൃഷ്ണനിൽ നിന്നാരംഭിക്കുന്ന ഗുരുശിഷ്യ പരമ്പരയുടെ പിന്തുടർച്ചക്കാരനാണ് ഉത്തമയോഗ്യനായ ആധ്യാത്മിക ഗുരു. കൃഷ്ണൻ്റെ പ്രാതിനിധ്യമില്ലാത്ത ഒരാൾക്ക് ആധ്യാത്മിക വിഷയത്തിൽ ആചാര്യത്വം അവകാശപ്പെടാൻ സാധ്യമല്ല. ഭഗവാൻ ഇവിടെ സർവഥാ വന്ദിക്കപ്പെടുന്നു. അവിടുത്തെ മഹത്വത്തിന് അതിരില്ല. ആത്മീയ ഭൗതിക ലോകങ്ങളിൽ ഒരിടത്തും കൃഷ്ണന് തുല്യനോ കൃഷ്ണനേക്കാൾ വലിയവനോ ആയി ആരുമില്ല. എല്ലാവരും അദ്ദേഹത്തിന് താഴെയാണ്. അവിടുത്തെ അതിശയിക്കാൻ ആർക്കുമാവില്ല.
ഇത് ശ്വേതാശ്വതരോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. 6:8 ന തസ്യ കാര്യം കരണം ച വിദ്യത്തെ ന തത്സമശ്ചാഭ്യധികശ്ച ദൃശ്യത്തെ. സാധാരണ മനുഷ്യർക്കെന്ന പോലെ കൃഷ്ണനും ശരീരവും ഇന്ദ്രിയങ്ങളുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും തമ്മിൽ വ്യത്യാസമില്ല. കൃഷ്ണൻ്റെ ആത്മാവ്, മനസ്സ്, ഹൃദയം എന്നിവയിൽ നിന്ന് ഭിന്നനാണെന്ന് അവിടുത്തെ നന്നായി അറിയാത്ത മൂഢന്മാർ മാത്രമേ പറയൂ. കൃഷ്ണൻ അതുല്യനായതുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളും വിഭൂതികളും അത്യുത്കൃഷ്ടങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ നമ്മുടേതുപോലെയല്ലെങ്കിലും ഐന്ദ്രിയ പ്രവർത്തനങ്ങളെല്ലാം നിഷ്പ്രയാസം സാധ്യങ്ങളാണെന്നും പറയപ്പെടുന്നു. പരിമിതങ്ങളോ വികലങ്ങളോ അല്ല അവിടുത്തെ ഇന്ദ്രിയങ്ങൾ. ഭഗവാനോട് തുല്യമായോ അദ്ദേഹത്തേക്കാൾ ശ്രേഷ്ഠനായോ ആരും തന്നെയില്ല. ഏവരും അദ്ദേഹത്തിൻ്റെ താഴെയാണ്. പരമപുരുഷന്റെ ജ്ഞാനം, ബലം, പ്രവർത്തനം എന്നിവയെല്ലാം ദിവ്യങ്ങളാണ്. ഭഗവത്ഗീത 4:9 ജന്മ കർമ്മ ച മേ ദിവ്യമേവം യോ വേത്തി തത്വതഃ ത്വക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. കൃഷ്ണൻ്റെ അതീന്ദ്രിയമായ ശരീരത്തെയും പ്രവർത്തനത്തെയും പൂർണ്ണതയെയും കുറിച്ച് അറിഞ്ഞവർ മരണശേഷം ഭഗവാന്റെ ലോകത്തിലെത്തുന്നു. ദുഃഖകരമായ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരികയുമില്ല. അതുകൊണ്ട് കൃഷ്ണൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നാം അറിയണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുകയാണ് ഏറ്റവും നല്ല നയം. അതുകൊണ്ടേ മനുഷ്യന് പൂർണ്ണത നേടാൻ കഴിയൂ. കൃഷ്ണന് യജമാനനായി ആരുമില്ല. ഏവരും അവിടുത്തെ ആശ്രിതർ മാത്രം. ഏകലേ ഈശ്വര കൃഷ്ണ ആര സഭ ഭൃത്യഃ. കൃഷ്ണൻ മാത്രമേ ഈശ്വരനായുള്ളൂ. മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ എന്നു ചൈതന്യ ചരിതാമൃതം ആദിലീല 5:142 സ്ഥാപിക്കുന്നു. ഏവരും ഭഗവാന്റെ ആജ്ഞയനുസരിക്കുന്നു. ലംഘിക്കുന്നവരായി ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൻ കീഴിൽ എല്ലാവരും ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവകാരണങ്ങൾക്കും കാരണമത്രേ കൃഷ്ണൻ. ഹരേ കൃഷ്ണ.